കപ്പ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു പീസ് കപ്പ എടുത്തിട്ട് ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്ററിൻ്റെ ആ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ, അതിലൂടെയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കപ്പ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു ബൗളിലേക്ക് നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചെമ്പ പുട്ടുപൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ. നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചെമ്പ പുട്ടുപൊടി. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് നനച്ചെടുത്താൽ മതി കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസിയിലും ഇതുപോലെ അങ്ങ് നനച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ചു വെക്കുന്നത്. അപ്പോൾ അതൊന്ന് കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കപ്പ ഉണ്ടല്ലോ, ആ കപ്പ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുക. അതിലുള്ള ആ ഒരു വെള്ള കളറിലുള്ള ആ ഒരു പാലുണ്ടല്ലോ, ആ നീരൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു നനച്ചെടുത്തിട്ടുള്ള പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേറ്റ് ചെയ്ത കപ്പ പൊടിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ പുട്ടിലേക്കൊക്കെ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കപ്പ പുട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കപ്പ പുട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ആവി കയറി വന്നാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്പ പുട്ടുപൊടി വെച്ചിട്ടുള്ള കപ്പ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ വൈറ്റ് പുട്ടുപൊടിയിൽ ചെയ്യുന്നതിനേക്കാളും ചെമ്പ പുട്ടുപൊടിയും ഈ ഒരു കപ്പയും കൂടി ചേരുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. തേങ്ങയും എല്ലാം ചേരുമ്പോൾ നമുക്ക് ചൂടോടെ ഇങ്ങനെ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.